Hi guys, welcome back to our channel. Oh, we need to talk, yeah. Money, nobody fights you for anything. You die alive. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം 35 ദിവസമായിട്ടോ. അപ്പോൾ ഇത്രയും ദിവസം എനിക്ക് ചെറിയ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അറിയാലോ, 2 പിള്ളേരെ വെച്ച് മാനേജ് ചെയ്യേണ്ട കാര്യം, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഡിലേ ആവുന്നത്. ഓക്കെ, മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇടാൻ. അപ്പോൾ ഇന്നലെ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ, ഒരു 1 വീക്ക് മുന്നേ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടല്ലോ, അതിന് പോയിട്ടുണ്ടായിരുന്നു. എന്നെയും നമ്മുടെ ലിയോ കുട്ടനെ ബേബീനെയും കാണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണിച്ച അതേ ഹോസ്പിറ്റൽ KMCH. അപ്പോൾ അങ്ങോട്ട് വിസിറ്റ് ഉണ്ടായിരുന്നു. പോയിട്ട് കുഞ്ഞിനെയൊക്കെ നോക്കി. പീഡിയാട്രിക് അവൻ്റെ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ്റെ കുറവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം നോർമലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ഇട്ടോർത്ത് പോകുമ്പോൾ തന്നെ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അതായത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ എനിക്ക് അവിടെ ചെറുതായിട്ടൊരു പെയിൻ ഉണ്ടായിരുന്നു. അതുവരെ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് പെയിൻ ഉണ്ടായിരുന്നു. ആ പെയിനും വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് ഡോക്ടറോട് പറയണ്ടേ എന്നുള്ള ആ ഒരു ഇതായിരുന്നു. എൻ്റെ ഡോക്ടർ വന്നപ്പോൾ ഗൈനക്കെയും ഡോക്ടറോട് പറയണ്ടേ. ഡോക്ടറുടെ പേര് ദീപിക എന്നാട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയിൽ. അങ്ങനെ ഒരു ഭയമായിരുന്നു, പറയണ്ടേ എന്നുള്ള ഒരിതും. കാരണം ഓൾറെഡി നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞാൽ വേദന സഹിച്ചാണല്ലോ. ഇനിയും വേറെ എന്തെങ്കിലും ഇവർ വെച്ചിട്ട് എനിക്ക് പിന്നെ സ്റ്റിച്ച് ഇടുമെന്നൊക്കെ ഉള്ളൊരു പേടി, അതുകൊണ്ട് എനിക്കൊരു ഭയമായിരുന്നു. പക്ഷേ ഓരോ തവണ ഞാൻ അവിടെ വാഷ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ആ സ്റ്റിച്ച് തന്നെ അലിത്ത് പോവുമായിരുന്നു. അതിന് ശേഷം എനിക്കൊരു പെയിനേ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ 2-3 ദിവസം പെട്ടെന്നായിരുന്നു എനിക്കൊരു പെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഡോക്ടറോട് ഹസ്ബൻഡ് പറഞ്ഞു, എന്തായാലും നീ പറഞ്ഞു. അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്തായാലും റൂമിലേക്ക് വിളിപ്പിച്ചു. അവിടെ നോക്കി ഫുൾ ചെക്ക് ചെയ്തപ്പോൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ പോയി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ ചെറുതായിട്ടൊരു പരു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ പരു ആ സ്റ്റിച്ചിൻ്റെ അതേ സ്ഥലത്ത്. അപ്പോൾ അതാണ് അവിടെ എനിക്ക് വേദന ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വാഷ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, ആ സ്റ്റിച്ചിൻ്റെ ഏകദേശം ഒരു ഉള്ളിലായിട്ടായിരുന്നു ആ പരു. അപ്പോൾ അത് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പാഡ് വെക്കും, അല്ലെങ്കിൽ നല്ല തുണി. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം നല്ലപോലെ തുണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പാഡിന് പകരം. അപ്പം നല്ലപോലെ ഹീറ്റല്ലേ അതിൻ്റെ ഉള്ളിൽ, നമ്മുടെ വജിൻ ഏരിയയിൽ ഫുള്ള് ഹീറ്റല്ലേ, ഒരു തരത്തിലുള്ള ഇതും കിടക്കുന്ന വായുസഞ്ചാരവും. അപ്പോൾ ഭയങ്കര അവിടെ ഹീറ്റായിട്ടാണ് ആ ഒരു പരു വരുന്നത്. അതാണ് അതിൻ്റെ റീസൺ. പിന്നെ ഡോക്ടർ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ നൈറ്റ് മാത്രം നമ്മൾ നൈറ്റ് കിടക്കുമ്പോൾ ആ ഒരു ബാൻഡേജും ഇതൊക്കെ അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിശാലമായിട്ടൊന്ന് കിടക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കൊരു പേടി പറഞ്ഞാൽ ഞാൻ നല്ലപോലെ വാഷ് ചെയ്യുമായിരുന്നു, ഇതെല്ലാം ചെയ്യുമായിരുന്നു. അതേപോലെ അവിടെ ഒരു തുള്ളി വെള്ളം പോലും നിൽക്കാതെ നന്നായിട്ട് ഞാൻ ഒപ്പി എടുക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്താണോടോ ഈ വേദന വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഭയന്ന് പോയിട്ടോ. അപ്പോൾ ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ലടാ എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ അയണും കാൽസ്യം ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടർ പറഞ്ഞതും കൊണ്ട് ഞാനതങ്ങനെ മുടക്കാറില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെന്താ, അപ്പം നിങ്ങളിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ, നോർമൽ ഡെലിവറി അറിയാലോ, കൂടുതൽ സ്റ്റിച്ചുള്ളവരാണെങ്കിലും, എനിക്ക് ഇതിപ്പോൾ സെക്കൻഡ് ഡെലിവറി ആയതുകൊണ്ട് എനിക്കിത് 2-3 സ്റ്റിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഡെലിവറിക്കൊക്കെ ഒരുപാട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറാനും വേദന കുറയാനും ഒക്കെ ഏകദേശം ഒരു 2 മാസത്തോളം എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ഡെലിവറി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇഷ്യൂ വന്നു, അവിടെ ഒരു പരു പോലെ, പിമ്പിൾ പോലെ. അതെനിക്ക് ഭയങ്കര ഒരു പേടിച്ചു പോയി ഞാൻ. അപ്പോൾ നിങ്ങൾ അതുപോലെ സ്റ്റിച്ചൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലപോലെ അവിടെ എപ്പോഴും ക്ലീനാക്കുക മീൻസ് കഴുകുക. അതേപോലെ ബ്ലീഡിങ് തുണിയൊക്കെ പെട്ടെന്ന് മാറ്റിക്കൊണ്ടേ ഇരിക്കുക, അവിടെ അധികം വെക്കാതെ. പെട്ടെന്ന് ബ്ലഡ് ആവുന്നതൊക്കെ മാറ്റി നന്നായി കഴുകി നന്നായി തുടച്ച്, പിന്നെ കുറച്ച് നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന പെട്ടെന്ന് തന്നെ ഇതൊക്കെ കരിയും കേട്ടോ. ചിലവർക്കൊക്കെ സ്റ്റിച്ച് വിട്ടിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധ കമ്മിയുടെ കാരണത്താലാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നിങ്ങളും
ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ മാക്സിമം റെസ്റ്റൊക്കെ എടുത്ത് സ്റ്റിച്ചൊക്കെ വിടുന്നവരെ മാക്സിമം റെസ്റ്റ് എടുക്കാൻ നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും എൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയും ബൈ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടി മറക്കരുത് കേട്ടോ.